ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലുള്ള 54ാമത് GST കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. അറേബ്യയിൽ നടക്കുന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് പങ്കെടുക്കും. 3 സേനകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരളത്തിലും ഒഡീഷയിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ 5 ജില്ലകളിൽ ചുവപ്പും കേരളത്തിലെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശിക്ക് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അബുദാബി കിരീടാവകാശി നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യയും UAEയും തമ്മിൽ ചരിത്രപരമായ സൌഹൃദമാണ് കാത്തുസൂക്ഷിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിപുലമായ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ 54ാമത് GST കൌൺസിൽ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷം ജൂണിൽ നടന്ന GST കൌൺസിൽ യോഗത്തിൽ എല്ലാ സ്റ്റീൽ, ഇരുമ്പ്, അലുമിനിയം, പാൽ ക്യാനുകൾക്കും 12% GST ഏകീകൃത നിരക്ക് ശുപാർശ ചെയ്തിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ സേവനങ്ങൾ, കാത്തിരിപ്പ് മുറികളുടെ സൌകര്യം എന്നിവ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന സേവനങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ശുപാർശ നൽകിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് സൗദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് യോഗം ലക്ഷ്യമിടുന്നത്. GCC അംഗ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം നാളെ ജർമ്മനിയിലെത്തും. ഈ മാസം 12 മുതൽ വിദേശകാര്യമന്ത്രി സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കും. ഇന്നലെ സൗദി അറേബ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റിയാദിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. 3 സേനകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഉന്നത നേതൃത്വം 5 ദിവസത്തെ വികസന നവീകരണ പരിപാടിയിൽ പങ്കെടുക്കും. തന്ത്രപരമായ ആസൂത്രണം, ഭാവിയിലെ വെല്ലുവിളികൾ, സംഘർഷങ്ങൾ എന്നിവ കൃത്യമായി മുൻകൂട്ടി കാണുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. പശ്ചിമ ബംഗാളിലെ RJ കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണത്തിൽ നിലവിലെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കേസ് ഈ മാസം 17-ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ദേശീയ അവലോകന സമ്മേളനം ചിന്തൻ ശിബിറിന് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഇന്ന് തുടക്കം. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും നയങ്ങളുടെയും പുരോഗതി സമ്മേളനം അവലോകനം ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാമൂഹിക നീതി, സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ആരംഭിക്കുന്ന സെമിക്കൺ ഇന്ത്യ 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അർദ്ധചാലക മേഖലയെ ഉയർത്താനും ഈ മേഖലയിൽ ഇന്ത്യയെ ഒരു പ്രധാന ആഗോള മത്സരാർത്ഥിയാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പരിപാടിയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 11 മുതൽ 13 വരെയാണ് പരിപാടി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പ്രസിഡന്റായി രാജ രൺധീർ സിംഗിനെ തെരഞ്ഞെടുത്തു. OCAയുടെ ചരിത്രത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ന്യൂഡൽഹിയിൽ നടന്ന 44ാമത് OCA ജനറൽ അസംബ്ലിയിൽ 45-ൽ 44 വോട്ടുകൾ നേടിയാണ് രാജ രൺധീർ സിംഗ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പാലക്കാട് അട്ടപ്പാടിയിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്ന് 50ഓളം പേരടങ്ങുന്ന സംഘം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. അട്ടപ്പാടിയിലെ വ്യാപക ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും പരാതിയുടെ പകർപ്പ് നൽകും. DGPയെയും സംഘം ഇന്ന് കാണുന്നുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ലാഡ്ലി ബഹ്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് ഇന്ന് കൈമാറും. സാഗർ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടിയിൽ ലാഡ്ലി ബഹ്ന പദ്ധതിയുടെ 1,29,00,000 ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് 1,574 കോടി രൂപ മുഖ്യമന്ത്രി കൈമാറും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഭൂമി പൂജയും നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ജമ്മുകാശ്മീരിൽ രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. നൌഷേരയിലെ ലാം സെക്ടറിൽ ഇന്നലെ വൈകിട്ടാണ് വെടിവയ്പുണ്ടായത്. പ്രദേശം കർശന നിരീക്ഷണത്തിലാണ്. ഓപ്പറേഷൻ കാഞ്ചി എന്ന പേരിൽ തെരച്ചിൽ തുടരുന്നതിനിടെ വൻതോതിൽ ആയുധങ്ങൾ കണ്ടെടുത്തതായും സൈന്യം വെളിപ്പെടുത്തി. ഹരിയാനയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 9 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഉച്ചന കലൻ നിയമസഭാ സീറ്റിൽ മുൻ MP ബ്രിജേന്ദ്ര സിംഗും ഗുരുഗ്രാമിൽ മോഹിത് ഗ്രോവറും മത്സരിക്കും. 90-അംഗ നിയമസഭയിലേക്ക് 32 സ്ഥാനാർത്ഥികളെ പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത മാസം 5-നാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ്. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒഡീഷയിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 5 ജില്ലകളിൽ ചുവപ്പും 12 ജില്ലകളിൽ ഓറഞ്ചും 13 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോർദാനും അധിനിവേശ വെസ്റ്റ് ബാങ്കിനുമിടയിലെ അതിർത്തിയിൽ 3 ഇസ്രയേലി പൌരന്മാർ വെടിയേറ്റ് മരിച്ചു. ട്രക്കിൽ ജോർദാൻ ഭാഗത്തു നിന്ന് അലൻബി ബ്രിഡ്ജ് ക്രോസിംഗിന് സമീപമെത്തിയ തോക്കുധാരി ട്രക്കിന് പുറത്തിറങ്ങി വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടിയതായി പ്രതിരോധ സേന അറിയിച്ചു. നിയന്ത്രിത പ്രദേശത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് സേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തി അടച്ചു. നിർത്താതെ പെയ്യുന്ന മഴയിൽ മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ട നേപ്പാളിലെ കർണാലി ഹൈവേയിലെ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സ്ഥലത്ത് മണ്ണും ചെളിയും വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. ജുംല, കാലിക്കോട്, മുഗു എന്നിവിടങ്ങളിൽ യാത്രക്കാർ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പാരീസ് പാരാലിമ്പിക്സിന് കൊടിയിറങ്ങി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടവുമായാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിന്റെ മടക്കം. പാരീസ് പാരാലിമ്പിക്സിൽ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമായി ആകെ 29 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 18-ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ 24-ാം സ്ഥാനത്തായിരുന്നു. 2028-ൽ US-ലെ ലോസ് ആഞ്ചൽസ് അടുത്ത ഗെയിംസിന് വേദിയാകും. ആദ്യ ഏഷ്യൻ സ്കൂൾ ഗേൾ ചാമ്പ്യനായി ഇന്ത്യൻ ബോക്സർ ദീപാലി ഥാപ്പ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 7 വനിതാ കിരീടങ്ങളാണ് ഇന്ത്യ ഇത്തവണ നേടിയത്. UAEയിൽ ഇന്നലെ നടന്ന 33 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ യുക്രൈൻ താരത്തെയാണ് ഥാപ്പ പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. KL രാഹുലും ഋഷഭ് പന്തും ടീമിൽ തിരിച്ചെത്തും. സെപ്റ്റംബർ 19-ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് 2 മത്സരങ്ങളുള്ള പരമ്പരയ്ക്ക് തുടക്കമാവുക. രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിക്കും. ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 100 പോയിന്റ് നേട്ടത്തിൽ 81,284-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 10 പോയിന്റ് ഉയർന്ന 24,862-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലുള്ള 54-ാമത് GST കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. അറേബ്യയിൽ നടക്കുന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് പങ്കെടുക്കും. 3 സേനകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരളത്തിലും ഒഡീഷയിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ 5 ജില്ലകളിൽ ചുവപ്പും കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.